നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ലോകം മുഴുവനും സുഖമായിരിക്കട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉപനിഷത്തുകളെ കുറിച്ചാണ്. അതായത് ഉപനിഷത്തിൻ്റെ ഒരു ആമുഖം എന്ന രീതിയിൽ എന്താണ് ഉപനിഷത്ത്, അതിനുള്ളിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, എത്ര ഉപനിഷത്തുണ്ട്, അങ്ങനെ ഒരു ജനറലായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഞാൻ ഇപ്രാവശ്യം എടുത്തിരിക്കുന്നത്, ഉപനിഷത്തുകൾ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഹിന്ദുമത പഠനത്തിൻ്റെ ഒരു പ്രധാന ശാഖയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട ഭാഗം, വേദങ്ങളുടെ ഒരു ഭാഗം. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ വേദാന്തം എന്ന് പറയാം. വേദം പ്ലസ് അന്തം, വേദത്തിൻ്റെ അന്തം, വേദങ്ങളുടെ അവസാനമാണ് ഉപനിഷത്ത്. അപ്പോൾ നമുക്ക് എന്ത് അതിൽ നിന്ന് മനസ്സിലാക്കാം? വേദാന്തം അഥവാ ഉപനിഷത്ത് എന്ന് പറയുന്നത് വേദങ്ങളുടെ ഒരു കൺക്ലൂഷൻ പാർട്ടാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഉപനിഷത്ത് എന്ന് വെച്ചാൽ രഹസ്യജ്ഞാനം എന്നാണ്. എന്തിനെക്കുറിച്ചുള്ള രഹസ്യജ്ഞാനം? ബ്രഹ്മത്തെക്കുറിച്ചുള്ള രഹസ്യജ്ഞാനം. ആക്ച്വലി ഇറ്റ്സ് ഓൾ അബൌട്ട് ബ്രഹ്മം. ഹൂ ഈസ് ബ്രഹ്മം? ഹി ഈസ് ദ സുപ്രീം ഗോഡ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ഹിന്ദുമതം എന്ന് വെച്ചാൽ ഒരു ബഹുദൈവ ആശയം ആണ് എന്നാണ്. പക്ഷേ ഈ ഉപനിഷത്ത് പ്രകാരം നമുക്ക് നോക്കുമ്പോൾ ഹിന്ദുമതം ഒരു ബഹുദൈവ ആശയം അല്ല. ഒരു സുപ്രീം പവർ ആയിട്ട് ഇതിൽ ഒന്നിനെ മാത്രമാണ് പ്രതിപാദിക്കുന്നത്. അതാണ് ബ്രഹ്മം എന്നുള്ളത്. ബ്രഹ്മമാണ് ആ ഏക ദൈവം. ഇനി നമുക്ക് ഈ ഉപനിഷത്ത് എന്ന് പറയുന്ന വാക്കുകളുടെ അർത്ഥം നോക്കിയാലോ? ഉപ എന്നാൽ ക്ലോസ്. ക്ലോസ് എന്ന് വെച്ചാൽ അടയ്ക്കുക എന്നുള്ള ക്ലോസ് അല്ല. ക്ലോസ് ടു ഹേർട്ട് എന്ന് പറയില്ലേ, നമ്മുടെ ഹൃദയത്തിനടുത്ത്. അതുപോലെ തന്നെ ക്ലോസ് എന്നാൽ തൊട്ടടുത്ത് എന്നർത്ഥം വരുന്ന ക്ലോസ് ആണ്. പിന്നെ നീ എന്നാൽ ബിലോ, അതായത് താഴെ, തൊട്ട് താഴെ. നെക്സ്റ്റ് ഷഡ് എന്ന് വെച്ചാൽ സിറ്റിംഗ്, അതായത് ഇരിക്കുക എന്നർത്ഥം. ഉപനിഷത്ത് എന്ന പദത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അപ്പം നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഒരാളുടെ അടുത്ത് അല്പം തൊട്ട് താഴെ ഇരിക്കുന്നത് എന്നാണ് വരുന്നത്. അത് എവിടെയാണ് അങ്ങനെ നാം കണ്ടിട്ടുള്ളത്? ഗുരുകുലം അഥവാ ക്ലാസ് റൂം. അവിടെയാണ് നമ്മളിങ്ങനെ കാണുന്നത്. അതായത് ഒരു സ്റ്റുഡൻറ്റ് ഒരു ഗുരുവിൻ്റെ തൊട്ടടുത്ത് തൊട്ട് താഴെയായി ഇരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിൻ്റെ അഥവാ ശിഷ്യൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ നോക്കേണ്ടത്. ഗുരുവിനോട് തൊട്ടടുത്ത് അല്പം താഴെയായി ഇരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപനിഷത്ത് എന്ന് പറയുന്നത് എല്ലാം തന്നെ ഒരു ഗുരുകുല സമ്പ്രദായ പ്രകാരം എഴുതപ്പെട്ടിട്ടുള്ളവയാണ്. ശിഷ്യന്മാരുടെ സംശയവും ഗുരുമുഖത്തു നിന്നുള്ള അഗാധമായ അറിവും ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഈ ഉപനിഷത്തുകൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി എത്ര ഉപനിഷത്തുകൾ ഉണ്ടെന്നുള്ളതാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത്. മുക്തികോപനിഷത്ത് പ്രകാരം എണ്ണപ്പെട്ടിട്ടുള്ളവ 108 എണ്ണമാണ് ഉള്ളത്. ഇതിൽ 10 എണ്ണം ഋഗ്വേദത്തിലും 19 എണ്ണം ശുക്ലയജുർവേദത്തിലും 32 എണ്ണം കൃഷ്ണയജുർവേദത്തിലും 16 എണ്ണം സാമവേദത്തിലും 31 എണ്ണം അഥർവവേദത്തിലുമാണ് ഉള്ളത്. പക്ഷേ ഈ 108 എണ്ണത്തിൽ 10 എണ്ണമാണ് പ്രധാനപ്പെട്ട ഉപനിഷത്തുകളായി പറയുന്നത്. അവയെ ദശോപനിഷത്ത് എന്നാണ് അറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യരാൽ വ്യാഖ്യാനം ചെയ്യപ്പെട്ടവയാണ് ഈ 10 ഉപനിഷത്തുകൾ. സത്യത്തിൽ അദ്ദേഹത്താൽ വ്യാഖ്യാനം ചെയ്യപ്പെട്ടതുകൊണ്ടാണോ ഈ 10 എണ്ണത്തിന് പ്രാധാന്യം കൂടിയത്, അതോ അത് പ്രാധാന്യമുള്ളവയായതുകൊണ്ടാണോ അദ്ദേഹം വ്യാഖ്യാനം ചെയ്തതുമെന്ന് നമുക്ക് ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ 10 എണ്ണത്തിനെയാണ് നമ്മൾ പ്രധാനപ്പെട്ട 10 ഉപനിഷത്ത്, ദശോപനിഷത്തായിട്ട് അറിയപ്പെടുന്നത്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 ഈശോപനിഷത്ത്, 2 കേനോപനിഷത്ത്, 3 കഠോപനിഷത്ത്, 4 പ്രശ്നോപനിഷത്ത്, 5 മുണ്ടകോപനിഷത്ത്, 6 മാണ്ഡുക്യോപനിഷത്ത്, 7 തിത്തരിയോപനിഷത്ത്, 8 ഐതരേയോപനിഷത്ത്, 9 ചാന്തോക്യോപനിഷത്ത്, 10 ബൃഹദാരണ്യക ഉപനിഷത്ത്. ഇനി നമുക്ക് ഈ ഉപനിഷത്തുകളിൽ
പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്ന 3 പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ദ സുപ്രീം ഗോഡ്, അതായത് ബ്രഹ്മം. ആ ബ്രഹ്മത്തെക്കുറിച്ചാണ് പ്രധാനമായും ഉപനിഷത്തുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൂടാതെ ജഗത് അഥവാ സൃഷ്ടി, അതായത് നമ്മുടെ ഈ വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ വേൾഡിനെ കുറിച്ച്, നമ്മുടെ ലോകത്തിനെ കുറിച്ച്, സൃഷ്ടി. ഇനി മൂന്നാമത്തതായിട്ട് ജീവാത്മാവ്, ആത്മാവ്, നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ആത്മാവ്, നമ്മളെക്കുറിച്ച്. അതാണ് ഈ 3 പ്രധാന ആശയങ്ങൾ: ബ്രഹ്മം, സൃഷ്ടി, ജീവാത്മാവ്. നമ്മളെല്ലാവരിലും ആത്മാവുണ്ട്. ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിച്ച് ഈസ് സിമിലർ ടു ബ്രഹ്മം, അൾട്ടിമേറ്റ്ലി വിച്ച് മെർജസ് വിത്ത് ബ്രഹ്മം. അതായത് ആത്മാവെന്ന് പറയുന്നത് ബ്രഹ്മത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ആ ബ്രഹ്മത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ബ്രഹ്മത്തിൻ്റെ ഒരു പാർട്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്. നാം ഏവരും ഈ ആത്മാക്കളാണ്. അല്ലാതെ നമ്മൾ ഞാനാണ് എന്ന് പറയുന്ന ഈ ശരീരമല്ല. നമ്മൾ ഓരോരുത്തരും ഈ ആത്മാക്കളാണ്, ബ്രഹ്മത്തോട് ചേരാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾ. ഓരോ ജീവിതവും അതിനുള്ളൊരു യാത്ര മാത്രമാണ്. പക്ഷെ എന്താ പറ്റുക, മായാമോഹ വലയങ്ങളിൽ അകപ്പെട്ട് നാം അതിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോകുന്നു. അപ്പോൾ നമുക്കെന്താ പറ്റുക, നമ്മൾ ഈ ജന്മം തീരുന്നു. അപ്പോൾ ഇവിടെയാണ് ഈ പുനർജന്മത്തിന് പ്രാധാന്യമുള്ളത്. നമ്മുടെ ഈ ഒരു ജന്മത്തിൽ നമ്മൾ പഠിക്കേണ്ടതായ ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു പുതിയ ജന്മം കൂടെ വേണ്ടി വരുന്നു ആ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ യാത്ര, ബ്രഹ്മത്തിലേക്കുള്ളൊരു യാത്ര നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്. കർമ്മങ്ങളാൽ ബന്ധപ്പെട്ടതാണ് ഓരോ ജന്മവും. കർമ്മങ്ങൾക്കനുസൃതമായി ബ്രഹ്മത്തിലേക്കുള്ളൊരു യാത്രയാണത്. നമ്മുടെ ഓരോ കർമ്മവും ഈ ജന്മം കൊണ്ട് നമ്മൾ തീരുമെന്ന് കരുതരുത്. കർമ്മം എന്ന് പറയുന്നത് ആത്മാവിനെ എന്നും പിന്തുടരുന്ന ഒന്നാണ്. ആത്മാവിന് മരണമില്ല. അപ്പോൾ ഈ ആത്മാവിൻ്റെ ഓരോ കർമ്മവും ആക്ച്വലി ആത്മാവിനെ പിന്തുടരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ പ്രാവശ്യം നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയെന്ന് കരുതിക്കും. ഈ കടം വാങ്ങിയത് ഈ പ്രാവശ്യം നമ്മൾ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അടുത്ത ജന്മം ആ കടം പലിശ സഹിതമോ അല്ലാതെയോ ആ ആൾ തന്നെ വന്ന് നമ്മളിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു ചക്രമാണ്, നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചക്രം. ജന്മജന്മാന്തരങ്ങളോളം നീളുന്ന ഒരു ചക്രമാണ്. ആത്മാക്കളുടെ ജീവിത വഴിയാണത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കർമ്മത്തിൽ നമ്മൾ ഏവരും ശ്രദ്ധിക്കുക, നമ്മുടെ കർമ്മം ശുദ്ധമുള്ളതായിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ജന്മാന്തരങ്ങളോളം നമ്മൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ ഈ ആത്മാവിന് ആ ജീവിത വഴി താണ്ടുവാൻ സാധിക്കും. അപ്പോൾ ഇനി എല്ലാവരും സ്വന്തം കർമ്മങ്ങളിൽ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? എല്ലാവർക്കും ഞാനൊരു ശുഭദിനം നേരുന്നു. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.